പ്രീവിയസ് ലെസണിൽ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഈ ഒരു സെഷനിൽ നമ്മൾ ലിസ്റ്റിനെ പറ്റിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിൽ അൺഓർഡേർഡ് ലിസ്റ്റും ഓർഡേർഡ് ലിസ്റ്റുമാണ് നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ പുതിയതായിട്ട് list.html എന്ന് പറയുന്നൊരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫയൽ ഞാൻ എൻ്റെ ക്രോം ബ്രൗസറിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ബോഡി ടാഗിൽ വരുന്നു. ഞാനിവിടെ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അൺഓർഡേർഡ് ലിസ്റ്റാണ്. ഇതിനായിട്ട് UL എന്ന് പറയുന്ന ടാഗാണ് യൂസ് ചെയ്യുന്നത്. UL. അതിനുശേഷം UL ടാഗ് ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഇതിനുള്ളിൽ ലിസ്റ്റ് ഐറ്റം ഞാൻ നൽകുകയാണ് ചെയ്യുന്നത്. ലിസ്റ്റ് ഐറ്റം നൽകാനായിട്ട് യൂസ് ചെയ്യുന്ന ടാഗാണ് LI എന്ന് പറയുന്നത്. LI. ഓക്കെ, അത് ക്ലോസ് ചെയ്യുന്നു. ഓരോ ഫ്രൂട്ടിൻ്റെ നെയിം നൽകുകയാണ്. ആപ്പിൾ. അടുത്ത ലിസ്റ്റ് ഐറ്റമാണ് LI. ഓറഞ്ച്. LI ഞാൻ ക്ലോസ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ഐറ്റം LI. ഗ്രീൻ ആപ്പിൾ. LI വീണ്ടും ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഇങ്ങനെ എത്ര ഐറ്റം വേണമെങ്കിലും നമുക്ക് നൽകാനായിട്ട് സാധിക്കും. പൈൻ ആപ്പിൾ. അതിനുശേഷം സേവ് ചെയ്യുന്നു. ഞാൻ എൻ്റെ വെബ് ബ്രൗസറിൽ വന്നിട്ട് റീലോഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു ബുള്ളറ്റ് പോയിൻറ്റ്സിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ അൺഓർഡേർഡ് ലിസ്റ്റ് ഫോം ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഓർഡേർഡ് ലിസ്റ്റുകളും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ OL എന്ന് പറയുന്ന ടാഗ് ആയിരിക്കും. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് OL നൽകുന്നു. OL ഞാൻ ക്ലോസ് ചെയ്യുന്നു. അതിനുള്ളിൽ ഞാൻ ലിസ്റ്റ് ഐറ്റം നൽകുന്നു. LI. ഞാനിവിടെ ആൻഡ്രോയിഡ് എന്ന് നൽകുന്നു. iOS. അതിനുശേഷം LI Mac OS. LI. then finally ഞാൻ ലിനക്സ് എന്ന് നൽകുന്നു. ലിനക്സ്. ഓക്കെ, ഞാനത് സേവ് ചെയ്യുന്നു. അതിനുശേഷം റീലോഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്പേഴ്സിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ ഓർഡേർഡ് ലിസ്റ്റ് ഫോം ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സ്പെസിഫിക് നെയിമിൻ്റെ കൂടെ നമുക്ക് ഡിസ്ക്രിപ്ഷനും നൽകണമെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ഇത് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. അധികം ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യാത്ത ഒരു HTML ടാഗ്സുകളാണിത്. സാധാരണ നമ്മൾ UL അല്ലെങ്കിൽ OL ടാഗുകളാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. എങ്ങനെ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് DL എന്ന് പറയുന്ന ഒരു ടാഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. DL എന്ന് നൽകാം. അതിനുശേഷം ഞാൻ DL ക്ലോസ് ചെയ്യുന്നു. DL ക്ലോസ് ചെയ്തു. അതിനുശേഷം ഇതിനുള്ളിൽ നമ്മൾ DT എന്ന് പറഞ്ഞ ഒരു ടാഗ് നൽകും. അതായത് നമ്മുടെ ഒരു ഡിസ്ക്രിപ്ഷന് ഒരു നെയിം ഉണ്ടായിരിക്കും. ആ നെയിമിനെ ഒക്കെ സ്പെസിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടേം കാണും, ആ ടേമിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ DT എന്ന് നൽകുന്നു. DT. ഞാൻ ആൻഡ്രോയിഡ് എന്ന് നൽകുന്നു. അതിനുശേഷം DT ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഇനി എന്താണ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ? ആ ഡിസ്ക്രിപ്ഷൻ ഞാൻ നൽകുന്നു. അതിന് ഞാൻ DD എന്ന് പറയുന്ന ടാഗാണ് യൂസ് ചെയ്യുന്നത്. DD. അതിനുശേഷം DD ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഞാനിവിടെ ഒരു ഹൈഫൺ നൽകുന്നു. നിർബന്ധമൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ ഈ ഹൈഫൺ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ആൻഡ്രോയിഡ് ഈസ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, മറ്റൊരു ടേം നൽകുന്നു. DT. അതിനുശേഷം ജാവ എന്ന് നൽകുന്നു. അതിനുശേഷം DT ഞാൻ ക്ലോസ് ചെയ്യുന്നു. DT ക്ലോസ് ചെയ്തു. അതിനുശേഷം DD നൽകുന്നു. Java is a programming language. അതിനുശേഷം DD ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഞാനത് സേവ് ചെയ്യുന്നു. അതിനുശേഷം റീലോഡ് ചെയ്യാം. ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ നമുക്ക് ടെക്സ്റ്റ് അലൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ്രോയിഡ് എന്ന് വന്നു. ആൻഡ്രോയിഡ് ഈസ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന എൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. അതുപോലെ തന്നെ ജാവ വന്നു. ജാവയ്ക്കും ഞാനൊരു ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു 3 ടോപ്പിക്കുകളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പഠിച്ചിരിക്കുന്നത്. വളരെ വേഗം നിങ്ങൾക്ക് ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ പ്രാക്ടീസ് ചെയ്യുക.
കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.